ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ട്രിഗണോമെട്രിയുടെ പാർട്ട് 3 ആണ് നോക്കാൻ പോകുന്നത്. എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. 11th ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. 11th ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് ടാൻ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, അതിന്റെ ആൻസേഴ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 11 സബ് ക്വസ്റ്റ്യൻ 1, value of tan A is always less than 1. Value of tan A is always less than 1. ഓക്കെ, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഞാൻ ഇത് ഫോൾസ് എന്ന് എഴുതുവാണ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. റീസൺ പറഞ്ഞതിൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇപ്പം 90 ഡിഗ്രി, ഇവിടെ തീറ്റ. അപ്പൊ നമുക്കറിയാം എന്താണ് tan തീറ്റ is equal to opposite side by adjacent side. അപ്പോ ഇൻ കേസ് ഈ ഓപ്പോസിറ്റ് സൈഡ് ഒരു 10 ആകുകയും അഡ്ജസന്റ് സൈഡ് ഒരു 2 ആകുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 5 വരും. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ടാൻ തീറ്റ എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴെങ്കിലും അഡ്ജസന്റിനെക്കാളും ജസ്റ്റ് ഒന്ന് വലുതായ മാത്രം മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓപ്പോസിറ്റ് സൈഡ് 3ഉം അഡ്ജസന്റ് സൈഡ് 2 ആണെങ്കിൽ എന്ത് വരും ആൻസർ? 3/2 എത്ര? 1.5 വരും. സോ അപ്പൊ എപ്പോഴും ടാൻ തീറ്റ വാല്യൂ ലെസ് ദാൻ 1 എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റിനകത്ത് കിടക്കുന്ന എന്തോ വാല്യൂ ഓഫ് ടാൻ തീറ്റ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അപ്പൊ അത് ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ നമ്മുടെ നോട്ടിനകത്തുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, ഫോൾസ് ബിക്കോസ് ടാൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇഫ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ അഡ്ജസന്റ് സൈഡ്, ആവശ്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ നോട്ട് എഴുതാം. ഇഫ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ അഡ്ജസന്റ് സൈഡ്, then the value of tan A is greater than 1. tan A യുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ആ സിറ്റുവേഷൻസ്. സോ നമുക്കിത് ട്രൂ എന്ന് പറയാൻ പറ്റില്ല, ദാറ്റ് ഈസ് ഫോൾസ്. അപ്പം ആവശ്യമുള്ളവർ മാത്രം ഇങ്ങനെ എഴുതി എടുത്താൽ മതി, അല്ലാത്തവർക്ക് നോട്ട്സ് വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ട്രൂ ഓർ ഫോൾസിൽ. CK is equal to 12/5. അപ്പൊ നോക്കാം, എന്റെ ആൻസർ എഴുതുന്നതിന് മുമ്പ് CK is equal to എത്ര? 12/5 ഫോർ സം വാല്യൂ ഓഫ് ആംഗിൾ A. സോ അപ്പൊ അങ്ങനെ ഒരു കേസ് വരാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി. ഓക്കെ, അപ്പം ഈ CKയുടെ ഫോർമുല എന്താണ്? CKയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? കോസയുടെ ഫോർമുല ഓർത്താൽ മതി. കോസ എത്ര? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ CKയുടെ ഫോർമുല ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ എന്ത്? അഡ്ജസന്റ് സൈഡ്. സോ ഹൈപ്പോട്ടനസിന് നമുക്ക് 12 എന്നോ 12x എന്നോ കൊടുക്കാം. അഡ്ജസന്റ് സൈഡിന് 5 എന്നോ 5x എന്നോ കൊടുക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ, വലുത് ഹൈപ്പോട്ടനസ് തന്നെ അല്ലേ. സോ ഇതിങ്ങനെ വരാം, നോ പ്രോബ്ലം. സോ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഹൈപ്പോട്ടനസ് ആണ് വലിയ സൈഡ്. അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഇവിടെ നമ്മുടെ ഈ ഒരു CK = 12/5 വന്നിട്ടില്ല. തിരിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷെ തെറ്റിപ്പോയേനെ. 5/12 ആയിരുന്നെങ്കിൽ 5 ഇവിടെയും 12 ഇവിടെയും വരും. അതൊരിക്കലും വരത്തില്ല. ഹൈപ്പോട്ടനസ് ആയിരിക്കും എപ്പോഴും വലിയ സൈഡ്. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്. എന്താണ്? ട്രൂ. സോ അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ട്രൂ എന്ന് എഴുതുക. അതിന്റെ റീസൺ ഇതാണ്, ബിക്കോസ് CK is equal to hypotenuse divided by adjacent side and we know that the hypotenuse is always greater than adjacent side. അപ്പം നോട്ട്സ് വരുന്നുണ്ട്, അപ്പൊ അത് നോക്കി എഴുതുന്നതായിരിക്കും കുറച്ച് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേട്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുന്നവർക്ക് അങ്ങനെ ആണെങ്കിലും എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോസെ ഈസ് ആൻ അബ്രിവിയേഷൻ ഓഫ് യൂസ്ഡ് ഫോർ ദ കൊസീക്കന്റ് ഓഫ് ആംഗിൾ എ. അപ്പൊ കോസെ എന്ന് പറഞ്ഞാൽ അബ്രിവിയേഷൻ യൂസ്ഡ് ഫോർ ദ കൊസീക്കന്റ് ഓഫ് ആംഗിൾ എ. കൊസീക്കന്റിന്റെ അബ്രിവിയേഷൻ ആണ് കോസെ എന്നുള്ളത്. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇല്ല, ഫോൾസ് ആണ്. ബിക്കോസ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് കോസെ എന്തിന്റെയാണ്? കൊസൈന്റെ അബ്രിവിയേഷൻ ആണ് എന്താ? കോസ് എന്ന് പറയുന്നത്. സോ കൊസൈന് പകരമാണ് എന്ത് ഉപയോഗിക്കുന്നത്? നമ്മള് കോസ് എന്ത് ഉപയോഗിക്കുന്നത്, അല്ലാതെ കൊസീക്കന്റിനല്ല. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? കോട്ട് A ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോട്ട് ആൻഡ് A. കോട്ട് A ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഫോൾസ് ആണ്. കോട്ട് A ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോട്ട് ആൻഡ് A. അതായത് കോട്ടിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ കോട്ട് A കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണത്? ഫോൾസ് ആണ്. എന്തിനു പകരമാണ് കോട്ട് A യൂസ് ചെയ്യുന്നത്? ഫോൾസ് അല്ലേ? ഫോൾസ്. കോട്ട് A ഈസ് യൂസ്ഡ് ഫോർ കോട്ടാൻജന്റ് ഓഫ് ആംഗിൾ A. അപ്പം
കോട്ടേനെ എന്തോ ശരിക്കും പറയുന്നത് കോടാൻജന്റ്. കോടാൻജന്റിന് പകരമാണ് എന്ത് ഉപയോഗിക്കുന്നത്, കോട്ട യൂസ് ചെയ്യുന്നത്. അല്ലാതെ കോട്ട ഈസിക്കൽ ടു കോട്ട് ഇൻറ്റു എ അല്ല. സോ കൊസൈന്റെ അബ്രിവേഷൻ ആണ് കോസെ, കോടാൻജന്റ് അബ്രിവേഷൻ ആണ് എന്തോ കോട്ടെ. അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെയാണ് എഴുതുന്നവർക്ക് എഴുതുന്നത്. കോട്ട ഈസ് യൂസ്ഡ് ഫോർ കോടാൻജന്റ് ഓഫ് ആംഗിൾ എ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഇക്വൽ ടു 4/3 ഫോർ സം ആംഗിൾ തീറ്റ. സൈൻ തീറ്റ 4/3. അപ്പം നോക്കാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 4/3 ഏതെങ്കിലും ആംഗിളിന് വരുമോ എന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് എടുക്കാം എ ബി ആൻഡ് സി. തീറ്റ എടുത്തു. സൈൻ തീറ്റ നമുക്കറിയാം എന്തോ ഓപ്പോസിറ്റ് സൈഡ് ബൈ എത്ര, ഹൈപ്പോട്ടനസ് ആണ് സൈൻ തീറ്റ. സോ ഓപ്പോസിറ്റ് സൈഡ് എന്ത് കൊടുക്കാം 4, ഹൈപ്പോട്ടനസ് 3. അങ്ങനെ വരുമോ? ഇല്ല. ബിക്കോസ് ഇവിടെ ഹൈപ്പോട്ടനസ് എന്തായിപ്പോയി, ചെറുതായിപ്പോയി. സോ അത് വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഫോൾസ്. അപ്പൊ ഇങ്ങനെയുള്ള കേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. ഫോൾസ്. വി നോ ദാറ്റ് ഹൈപ്പോട്ടനസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ് സൈഡിനെക്കാട്ടി ഗ്രേറ്റർ സൈഡാണ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 4/3 ഫോർ സം ആംഗിൾ തീറ്റ ഒരിക്കലും വരത്തില്ല. ഇത്രയാണ് എക്സസൈസ് 8.1 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക, നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. നോട്ട്സ് കയ്യിലുള്ളവർ എന്ത് ചെയ്യുക, ഒന്നേ ആദ്യമേ നോട്ട്സ് എഴുതുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ കാണുന്നതോടൊപ്പം എന്ത് ചെയ്യുക, ആ നോട്ട്സ് കൂടെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. അതല്ലെങ്കിൽ ഞാൻ തരുന്ന നോട്ട്സ് ആദ്യമേ പ്രിന്റ് എടുത്ത് വെക്കുക. പ്രിന്റ് എടുത്ത് വെക്കുന്നവർ ഈ വീഡിയോ കാണുമ്പോൾ അവരവരുടെ നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണം. അപ്പൊ പാർട്ട് 3 ആണ് ട്രിഗണോമെട്രിയുടെ. എക്സസൈസ് 8.1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് 8.2 പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ റെമഡിയൽ ക്ലാസ്സിലൊക്കെ റെമഡിയൽ അല്ല, ലൈവ് സെക്ഷനിൽ ഈ കഴിഞ്ഞ പാർട്ടുകളിൽ ഡൗട്ട് ചോദിച്ചവർക്കൊക്കെ ഞാനൊരു സെക്ഷൻ എടുത്തു കൊടുത്തിരുന്നു എക്സ്ട്രാ. അപ്പൊ അവർക്കൊക്കെ ഒരു പക്ഷേ ഇത് എളുപ്പമായിരിക്കും. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്. സോ trigonometric ratios of some specific angles. Trigonometric ratios of some specific angles. സോ ഇത് നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, പേജ് നമ്പർ 185 എടുക്കുക. ടെക്സ്റ്റിനകത്ത് റൈറ്റ് ദ ഡേറ്റ, അതിനകത്തുള്ള ഡേറ്റ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അപ്പൊ അതിനു മുമ്പ് ഞാൻ അതിനെ കുറച്ചുകൂടി ഈസി ആക്കി പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. കുറെ ആൾക്കാർക്കെങ്കിലും അത് അറിയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നില്ല, പറയുവാണ്. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, then 90 ഡിഗ്രി. എത്ര ഡിഗ്രീസ് ഉണ്ട്, എത്ര ആംഗിൾസ് ഉണ്ട്? ഞാൻ 5 ആംഗിൾസ് എടുത്തുള്ളൂ. 0, 30, 45, 60, 90. സോ ഫസ്റ്റ് ഓഫ് ഓൾ സൈൻ തീറ്റ. സോ സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. സോ അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ചോദിക്കുക സൈൻ 45 എത്ര, 1/√2, സൈൻ 60 എത്ര, √3/2, സൈൻ 0 0, സൈൻ 91. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഇത് ഓടിയെത്തണം. അപ്പൊ അതുകൊണ്ട് വളരെ എന്താ പറയാ, വ്യക്തമായിട്ട് തന്നെ ഇത് നോക്കി പഠിച്ചോണം. ഇനി കോസ് തീറ്റ പഠിക്കാൻ എളുപ്പമാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി തിരിച്ചെഴുതിയാൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് തിരിച്ച് അങ്ങോട്ടങ്ങ് എഴുതിയാൽ മതി. സോ കോസ് 0 അപ്പൊ എന്തായിരിക്കും 1. കോസ് 30 എത്ര, √3/2. രണ്ടാമത്തത് കോസ് 45 അത് തന്നെ 1/√2. കോസ് 60 ഇവിടെ വരും 1/2. കോസ് 90 എന്ത് വരും 0. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാൽ തിരിച്ച് ഇങ്ങോട്ട് എഴുതിയേക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 0 1/2 1/√2 √3/2 1. സോ അപ്പൊ അത് നമുക്ക് ഇവിടുന്ന് 0 1/2 1/√2 √3/2 1. സോ അപ്പൊ അത് രണ്ടും നല്ല വ്യക്തമായിട്ട് കാണാൻ പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത് ടാൻ തീറ്റ. സോ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് അറിയാൻ പറ്റും സൈൻ തീറ്റ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ എത്ര, കോസ് തീറ്റ. സോ അതുപോലെ തന്നെ ഇവിടെയും ടാൻ 0 ചോദിച്ചാൽ സൈൻ ബൈ കോസ് കണ്ടുപിടിച്ചാൽ മതി. സോ ഇത്രേ ഉള്ളൂ. ടാൻ 0 നിങ്ങളോട് ചോദിച്ചാൽ എന്ത്, സൈൻ 0 ബൈ എത്ര, കോസ് 0. അങ്ങനെ എല്ലാ ആംഗിൾസും അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ നോക്കേ 0/1 എത്ര, 0 എന്ന് വരും. 0/1 എത്ര, 0. അങ്ങനെ ടാൻ 30 1/2 ഡിവൈഡ് ബൈ √3/2 എന്ന് വരും. ആൻസർ 1/√3.
1/√2 ഡിവൈഡ് ബൈ 1/√2 അറിയാലോ 1, ഇവിടെ എന്ത് വരും √3, ഇവിടെ 1/0 നോട്ട് ഡിഫൈൻഡ് എന്ന് വരും. 1/0 എന്തുവാ നോട്ട് ഡിഫൈൻഡ്. അപ്പൊ എളുപ്പമാണ്, സൈനും കോസും പഠിക്കുന്ന ആൾക്കാർക്ക് ടാൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. tan 0 0, tan 30 1/√3, tan 45 1, tan 60 √3, tan 90 നോട്ട് ഡിഫൈൻഡ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് കൊസിക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ ഇതൊന്നും പ്രത്യേകിച്ച് പഠിച്ചു നോക്കേണ്ട ആവശ്യമില്ല. കൊസൈന്റെ എല്ലാം റെസിപ്രോക്കൽ എടുത്ത് എഴുതിയാൽ കൊസിക് കിട്ടും. കൊസിക് 0 ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ സീറോയുടെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/0 എന്ന് വരും. 1/0 എന്ത് വരും നോട്ട് ഡിഫൈൻഡ്. അപ്പൊ ഇവിടെ എന്ത് വരും നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് വരും. 1/2 തിരിച്ചിടുമ്പോൾ കൊസിക് 30 എന്ത് വരും 2. കൊസിക് 45 1/√2 തിരിച്ചിട്ടാൽ മതി √2. കൊസിക് 60 √3/2 തിരിച്ചിടുമ്പോൾ 2/√3. കൊസിക് 90 ഈ 1 റെസിപ്രോക്കൽ 1. അതുപോലെ തന്നെ കോസിനെ തിരിച്ചിടുമ്പോൾ കോസിന്റെ എല്ലാം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സീക്ക് കിട്ടും 1 2/√3 √2 2. 0യുടെ റെസിപ്രോക്കൽ അറിയാല്ല എന്താണ് നോട്ട് ഡിഫൈൻഡ്. 1/0 നോട്ട് ഡിഫൈൻഡ്. കോട്ടിനെ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. എന്ത് ടാന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 0യുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് 1/√3 √3 1. 1 റെസിപ്രോക്കൽ 1 തന്നെയാണ്. √3 റെസിപ്രോക്കൽ 1/√3. പിന്നെ ഇതെന്താണ് നോട്ട് ഡിഫൈൻഡിന്റെ എന്താണ് റെസിപ്രോക്കൽ അല്ലെ. അപ്പൊ അവിടെ എന്ത് വരും 1 വരും. അല്ല സോറി അവിടെ എത്രയാണ് 0 1 അല്ല 0. ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ഉള്ളത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ടേബിള് കമ്പൽസറി ബൈ ഹാർട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സൈൻ കോസ് ടാൻ സൈൻ കോസ് ടാൻ ഇത്രയും കാര്യങ്ങൾ കമ്പൽസറി പഠിച്ചു വെച്ചാല് എന്ത് പഠിക്കാൻ പറ്റും കൊസീക്ക് സീക്ക് കോട്ട് പഠിക്കാനായിട്ട് പറ്റും. എന്നാൽ മാത്രമേ അടുത്ത എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത എക്സസൈസ് എത്ര 8.2 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. അപ്പൊ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് ഈ ഫോമിൽ ഇത്രയും കാര്യങ്ങൾ ഇത്ര 5 10 15 വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്താൽ ബാക്കി അങ്ങോട്ട് നമുക്ക് 15 എണ്ണോളം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഈ സൈനും കോസിന്റെ ആനും നല്ല കംപ്ലീറ്റ്ലി ബൈ ഹാർട്ട് ചെയ്തിട്ട് കൊസീക്ക് സീക്ക് കോട്ട് ഓട്ടോമാറ്റിക്കലി പഠിച്ചു നോക്കണം. ഫോർ എക്സാമ്പിൾ സീക്ക് എത്ര 45 സീക്ക് 45 വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും കോസ് 45 മനസ്സിൽ കാണും. സീക്കിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത് കോസ് 45 1/√2 അതിനെ തിരിച്ചിടുമ്പോൾ √2 കിട്ടിയണ്ട. അങ്ങനെയാണെങ്കിൽ കൊസിക് 30 എന്ന് പറയുമ്പോൾ സൈൻ 30 നോക്കണം. സൈൻ 30 എത്ര 1/2. സോ കൊസിക് 30 2 ആയിരിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ഓരോ ആംഗിൾസ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പൊ അത് വായിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് പേജ് നമ്പറിലുണ്ട് പേജ് നമ്പർ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് നോക്കുക. 185 കിടപ്പുണ്ടത് എഴുതിയെടുക്കാം. ഒരു കാര്യം കൂടി ചെയ്യാം നമുക്ക്. ഇതിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി എഴുതിയിടാം. അപ്പം ചിലപ്പോൾ ഒരു പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. അപ്പം നോക്കി ഇവിടെ എഴുതാം 0 30 45 എത്ര 60 90 ചെറുതാക്കി എഴുതുവാണ്. ഇവിടെ സൈന് കോസ് ടാന് പിന്നെന്താ കൊസീക്ക് സീക്ക് കോട്ട്. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് പഠിക്കരുത്. ഓക്കെ ആണല്ലോ. അങ്ങനെ എഴുതിയിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതിയിട്ടാലേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥ വരും. അങ്ങനെ എഴുതിയിട്ടത് ഒരിക്കലും. പിന്നെ ഇവിടെ ഇപ്പൊ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി എഴുതുന്ന മാത്രമേ ഉള്ളൂ. 0 1/2 1/√2 √3/2 1 1 √3/2 1/√2 1/2 0. പിന്നെ ഇവിടെ എന്താണ് 0 1/√3 1 √3 പിന്നെന്താ നോട്ട് ഡിഫൈൻഡ്. പിന്നെ ഇവിടെ നോട്ട് ഡിഫൈൻഡ് 2 √3 2/√3 1 പിന്നെ എത്ര 1 2/√3 √2 2 നോട്ട് ഡിഫൈൻഡ് അല്ലെ. ഇവിടെ എന്താ നോട്ട് ഡിഫൈൻഡ് √3 1 1/√3 0. അപ്പൊ ഇത് നിങ്ങളുടെ ഞാൻ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തു വെച്ചത്. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് പഠിക്കാനായിട്ട് നിൽക്കരുത്. അത് വേണമെങ്കിൽ ഒരു ഫോർമുല ബുക്കിലോട്ട് നമ്മുടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാത്സിന്റെ ഒരു ഫോർമുല ബുക്ക് എടുക്കാൻ. അപ്പൊ ആ ഫോർമുല ബുക്കിലോട്ട് ഇതും കൂടെ എഴുതിയേക്കാം. അപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ ആദ്യം ഏതൊക്കെ ഫോർമുല എഴുതിയിട്ടുണ്ട്
സൈൻ തീറ്റ ഇസിക്കൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, കോസ് തീറ്റ ഇസിക്കൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അങ്ങനെ കുറെ ഫോർമുലാസ് ചെയ്തിട്ടുണ്ടല്ലോ. ടാൻ തീറ്റ ഇസിക്കൽ സൈൻ ബൈ കോസ്, കോട്ട് തീറ്റ ഇസിക്കൽ കോസ് ബൈ സൈൻ. അപ്പൊ ആ ഇക്വേഷൻസിന്റെ കൂടെ എന്തും കൂടി എഴുതിയേക്കുക, ഇതും കൂടി എഴുതിയേക്കുക. അടുത്ത കുറച്ച് ഇക്വേഷൻസ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇക്വേഷൻ ബുക്ക് കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇക്വേഷൻസ് ഒന്നും അറിയാതെ ട്രിഗണോമെട്രി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവർ വെറുതെ ഈ ചാപ്റ്റർ നോക്കണ്ട, അത്രേ പറയാനുള്ളൂ. അപ്പൊ നോക്കുക, ഇവാലുവേറ്റ് ദ ഫോളോയിങ്. എക്സസൈസ് 8.2. അപ്പൊ നോക്കുക, എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1ൽ പറയുന്നത് ഇവാലുവേറ്റ് ദ ഫോളോയിങ്. എന്താണ് ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞേക്കുന്നത്? ഓക്കെ, സൈൻ 60 കോസ് 30 പ്ലസ് സൈൻ 30 കോസ് 60. അപ്പൊ നിങ്ങളൊരു കേസ് ഉണ്ട്, ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് എടുത്ത് അടുത്ത് വെച്ചേക്കുക. ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ പറയുന്നുണ്ട്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഹോംവർക്ക് ആണ്. അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാലും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നോക്കെ, സൈൻ 60 എത്രയാ? സൈൻ 60 അവിടെ നോക്കുക, √3/2. സോ ഇവിടെ കൊടുക്കാം √3/2. കോസ് 30 എത്രയാണ്? √3/2 പ്ലസ് സൈൻ 30 എത്രയാ? 1/2 സൈൻ 30. കോസ് 60 എവിടെയാണ്? കോസ് 60 1/2. സോ ഇവിടെ സൈൻ 60 കോസ് 30 മീൻസ് അവിടെ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ എന്ത് വരും? √3 × √3 3, 2 × 2 എത്ര? 4 പ്ലസ് 1 × 1 1 ഡിവൈഡ് ബൈ 2 × 2 എത്ര? 4. ഡിനോമിനേറ്റർ സെയിം ആണ്, 4/4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ചെയ്ത് അതിനകത്ത് കോപ്പി അടിക്കാതെ ഈ ഓരോ വാല്യൂസ് ഇതിനകത്ത് നിന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. എനിവേ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക. വീഡിയോ റൺ ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രീൻഷോട്ട് ആവശ്യമുണ്ടെങ്കിൽ എടുത്തു വെക്കുക. അതിനുശേഷം ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തം ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സെക്ഷനിലേക്ക് പോകാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കൺഫ്യൂഷൻ ആവും. ഓർക്കുക, ഓരോ ക്വസ്റ്റ്യനും ഈ കാറ്റഗറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് അടുത്ത പ്രോബ്ലം കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ മേ ബി ഇത് 30 മിനിറ്റ്സിന്റെ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 1.5 hour എടുക്കുമായിരിക്കും ഇതെല്ലാം കൂടി എഴുതി എന്ത് പറയുക പ്രോബ്ലം എല്ലാം ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും 1.5 hour കൂടുതൽ ചിലപ്പോൾ എടുത്തേക്കാം. അപ്പൊ അത് കാര്യമായിട്ട് ചെയ്താൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. നീറ്റായിട്ട് തന്നെ എഴുതുക. നോട്ട്സ് എനിക്ക് അയച്ചു തരും. അടുത്തത് 4th ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതില് 4th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 8.2 4th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ 30 പ്ലസ് എത്ര? ടാൻ 45 മൈനസ് എന്താണ്? കൊസീക്ക് 60 ഡിവൈഡഡ് ബൈ എത്ര? സീക്ക് 30 പ്ലസ് എത്ര? കോസ് 60 പ്ലസ് എത്ര? കോട്ട് 45. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോസ് നിങ്ങൾ ഫോണിൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും. അതായത് ഇതിപ്പോൾ 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മേ ബി ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ ക്ലാരിറ്റി കിട്ടും. പിന്നെ 2, നിങ്ങൾ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിന് ഫുൾ ക്ലാരിറ്റി ഫുൾ HD 1080 കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം 1080 മീൻസ് റിയൽ ഈ ഷൂട്ട് ചെയ്യുന്ന സെയിം ക്ലാരിറ്റി തന്നെ കാണാൻ പറ്റും. അത്രയൊന്നും എടുക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 460 720 കാണുമെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെ വൈഫൈ ഉള്ളവർ ഇത് ഡൗൺലോഡ് ചെയ്തിടുക. ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ കണ്ടാലും നല്ലതായിരിക്കും. ഓക്കെ, എനിവേ ഇത് 2-3 ടൈംസ് കാണുക. സോ നോക്കേ, സൈൻ 30യുടെ വാല്യൂ എത്ര? 1/2 പ്ലസ് ടാൻ 45 എത്ര? 1. ടാൻ 45 എത്രയാണ്? 1. ഈ പ്രോബ്ലം ശ്രദ്ധിച്ച് ചെയ്യണം. മൈനസ് കൊസീക് 60 എന്ന് പറയുമ്പോൾ ഇവിടെ വരാം. സൈൻ 60യുടെ റെസിപ്രോക്കൽ ആണ്. സൈൻ 60 √3/2. സോ കൊസീക് 60 2/√3. ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൊസീക് 60 മീൻസ് സൈൻ 60യുടെ റെസിപ്രോക്കൽ, √3/2യുടെ റെസിപ്രോക്കൽ 2/√3 ഹോൾ ഡിവൈഡഡ് ബൈ സീക് 30 എന്ന് പറഞ്ഞാൽ കോസ് 30യുടെ റെസിപ്രോക്കൽ, √3/2യുടെ റെസിപ്രോക്കൽ 2/√3 ആണല്ലോ. അവിടെ 2/√3 കിട്ടിയിട്ടുണ്ട്. പ്ലസ് കോസ് 60 എത്രയാണ്? 1/2. പിന്നെന്താണ്? പ്ലസ് കോട്ട് 45 എന്ന് പറഞ്ഞാൽ ടാൻ 45ന്റെ റെസിപ്രോക്കൽ നോക്കിയാൽ മതി. ടാൻ 45 1. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അതായത് ഇപ്പൊ A/B പ്ലസ് 1 മൈനസ് P/Q ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ LCM, ഈ 1ന്റെ LCM 1 ഡിനോമിനേറ്റർ എന്താണ്? 1. സോ ബിയും ക്യൂവും 1ഉം LCM എത്ര? BQ. സോ ഈ ഇക്വേഷൻ ഫുള്ളും BQ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. BQ ഇൻറ്റു A പ്ലസ് BQ ഇൻറ്റു 1 മൈനസ് എത്ര? BQ ഇൻറ്റു എത്ര? P ഹോൾ ഡിവൈഡ് ബൈ എന്ത് കൊടുത്താൽ മതി? BQ. ഇവിടെ ഒരു B ഉണ്ട് 1/1. ഇവിടെ എന്തുണ്ട്? P/Q.
അപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ ഈ ഓരോ ടേംസിനെ ബി ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഹോൾ ഡിവൈഡ് ബൈ എത്ര ബി ക്യൂ. അപ്പൊ ഇവിടുത്തെ ബിയും പോവും, ഇവിടുത്തെ ഒന്നും പോകത്തില്ല, ഇവിടുത്തെ ക്യൂവും പോവും. അപ്പൊ ഇവിടെ എന്ത് വരും? ക്യൂ എ പ്ലസ് ബി ക്യൂ മൈനസ് ബി പി ഹോൾ ഡിവൈഡ് ബൈ ബി ക്യൂ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നോക്കേ, ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ എത്ര കൊടുക്കാം? നമുക്ക് 1 കൊടുക്കാം. ഇവിടുത്തെ ഡിനോമിനേറ്റർ എത്ര കൊടുക്കാം? 1 കൊടുക്കാം. സോ ഇവിടെ 2ഉം 1ഉം √3 എത്ര? 2√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഫുള്ളും ഉണ്ട്. അപ്പൊ 2√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2√3 into 1/2 പ്ലസ് 2√3 into 1 2√3 അങ്ങനെ കിടക്കട്ടെ, മൈനസ് 2√3 into 2/√3 ഹോൾ ഡിവൈഡ് ബൈ എത്ര? 2√3. പിന്നെ ഡിവൈഡ് ബൈ ഇതിനെ എന്ത് ചെയ്യണം? ഇതിന്റെയും √3 2 1 2√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഫുള്ളും. സോ 2√3 into 2/√3 പ്ലസ് 2√3 into 1/2 പ്ലസ് 2√3 into 1 എത്ര? 2√3 കിടന്നോട്ടെ, 1 കിടന്നോട്ടെ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നോക്കെ 2ഉം 2ഉം പോവും, ഇവിടെ √3 പോവും, ഇവിടെ √3 പോവും, 2ഉം 2ഉം പോവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? √3 into 1 എത്ര വരും? √3 പ്ലസ് 2√3 into 1 എത്ര? 2√3 മൈനസ് 2 into 2 എത്ര? 4 ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? 2√3 അഗൈൻ ഡിവൈഡഡ് ബൈ 2 into 2 എത്ര? 4 പ്ലസ് √3 into 1 എത്ര? √3 പ്ലസ് 2√3 into 1 എത്ര? 2√3 ഹോൾ ഡിവൈഡ് ബൈ അഗൈൻ എന്ത് വരും? ഒരു 2√3. അതേ ഇടാൻ വിട്ടുപോയതാണ്, ഇവിടെ എന്തുണ്ട്? ഒരു 2√3 ഉണ്ട്. ഓക്കെ, അപ്പം ഈ ടേമിനെ, ഈ ഒരു ഫുൾ ഫ്രാക്ഷനെ ഫുള്ളും 2√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ബൈ √3. ഇതിനെയും ഫുള്ളും 2√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഹോൾ ഡിവൈഡ് ബൈ 2√3. 2√3 ക്യാൻസൽ ആയി പോകും. ഇവിടെ √3 പ്ലസ് 2√3 എത്ര? 3√3 മൈനസ് 4 ഡിവൈഡ് ബൈ ഇവിടെ √3 പ്ലസ് 2√3 എത്ര? 3√3 പ്ലസ് 4 ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, വീഡിയോ പോസ്റ്റതിന് ശേഷം, അതായത് ഈ വാല്യൂസ് എല്ലാം ഇട്ട് സിമ്പിൾ കാൽക്കുലേഷൻസ്, 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമുക്കുള്ള സിമ്പിൾ കാൽക്കുലേഷൻസ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക്വേർഡ് അടിച്ചിട്ട് കണ്ടു നോക്കാം. ഓക്കെ, ഇവിടെ നിൽക്കുന്ന 3√3 മൈനസ് 4 ഡിവൈഡ് ബൈ എത്ര? 3√3 പ്ലസ് 4 ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇതല്ല ടെക്സ്റ്റിന്റെ ബാക്കിൽ കിടക്കുന്ന ആൻസർ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കും. 3√3 പ്ലസ് 4ന്റെ കോൺജുഗേറ്റ് 3√3 മൈനസ് 4, 3√3 മൈനസ് 4. അപ്പൊ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യണം. വ്യക്തമായിട്ട് അവിടെ എഴുതിയേക്കണം, മൾട്ടിപ്ലൈ ബൈ എന്തോന്ന്? കോൺജുഗേറ്റ്. ഓക്കെ, അപ്പൊ മുകളിൽ എന്ത് വരും? 3√3 മൈനസ് 4 into 3√3 മൈനസ് 4, 3√3 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ വരും. താഴെ എന്ത് വരും? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം വരും. സോ 3√3 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് വരും. ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വഴി എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 3√3 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 into 3√3 into 4 പ്ലസ് എത്ര? 4 സ്ക്വയർ എന്ന് വരും. ഡിവൈഡ് ബൈ ഇതിന്റെ സ്ക്വയർ 3 സ്ക്വയർ 9, √3 സ്ക്വയർ 3, 9 3 എത്ര? 27 മൈനസ് 4 സ്ക്വയർ എത്ര? 16 വരും. സോ ഇവിടെ എന്ത് വരും? 3 സ്ക്വയർ 27 മൈനസ് 4 3 12, 12 2 എത്ര? 24, 24 √3 പ്ലസ് എത്ര? 16 എന്ന് വരും. ഡിവൈഡ് ബൈ 27 മൈനസ് 16 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 27 11 വരും. 27 മൈനസ് 16 എന്ത് വരും? 11 വരും. അപ്പൊ ഇവിടെ 27 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 37 43 അല്ലെ? 43 മൈനസ് 24 √3 ഡിവൈഡ് ബൈ 11. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇത്രയും കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പൊ ഇത് കുറെ ചെയ്ത് പഠിച്ചാൽ കിട്ടും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. ഒന്നാമത്തെ കേസ് ടേബിൾ അറിഞ്ഞിരിക്കണം, 2 സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അത്രയും വ്യക്തമായിട്ട് നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വീഡിയോ പോസ്റ്റിന് ശേഷം എഴുതിയെടുക്കുക. മനസ്സിലാകാത്തവർ ഒന്നുകൂടെ ബാക്ക്വേർഡിൽ പോയിട്ട് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സസൈസ് എത്ര? 8.2 ആണ്. ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കുറച്ച് ഈസിയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോടൊന്നുമില്ല. 5 എന്താണ്? cos സ്ക്വയർ 60 പ്ലസ്
4 sec square 30 minus tan square 45 divided by എത്രയാണ് sin square 30 plus എത്ര cos square 30. അപ്പൊ ഈ സ്ക്വയർ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേണം 5 into cos 60 എത്രയാണ് cos 60 എത്ര 1/2 അതിന്റെ സ്ക്വയർ എടുക്കണം cos square 60 സോ 1/2 ന്റെ എന്ത് എടുക്കണം സ്ക്വയർ പ്ലസ് 4 into sec square 30 sec 30 എത്രയാണ് sec 30 എന്ന് പറയുമ്പോൾ cos 30 യുടെ റെസിപ്രോക്കൽ √3/2 ന്റെ റെസിപ്രോക്കൽ 2/√3 അതിന്റെ സ്ക്വയർ എടുക്കണം 2/√3 the square കാര്യം ഇവിടെ സ്ക്വയർ ഉണ്ട് മൈനസ് tan square 45 tan 45 1 ആണ് സോ tan square 45 എന്ന് വെച്ചാൽ 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 തന്നെ sin square 30 sin 30 1/2 അതിന്റെ സ്ക്വയർ എടുക്കും 1/2 the whole square plus cos square 30 cos 30 എത്രയാണ് √3/2 അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ √3/2 ന്റെ ഹോൾ സ്ക്വയർ വരും ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചോക്കെ 5 into 1/2 ന്റെ സ്ക്വയർ എത്ര 1/4 പ്ലസ് 4 into 2/√3 യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 4/3 minus 1 divided by 1/2 ന്റെ സ്ക്വയർ 1/4 പ്ലസ് √3/2 ന്റെ സ്ക്വയർ എത്ര 3/4 എന്ന് വരും ഓക്കെ ഇതിനകത്ത് എന്ത് വരും ഇതിപ്പോ 5 into 1/4 എത്ര 5/4 പ്ലസ് എത്ര 16/3 minus 1 divided by ഇത് 4/4 എന്ന് വരും എത്ര 4/4 that is equal to 1 വരും ഇത്രയൊന്ന് എഴുതിയെടുക്കുക എഴുതിയെടുക്കുക എന്നിട്ട് നമുക്ക് മായ്ച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമില്ല മായ്ക്കേണ്ട ആവശ്യമില്ല ഈ 4/4 4 ക്യാൻസൽ ആയിപ്പോ അത് ഓർക്കാം ഇവിടെ LCM എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ LCM എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് 4ഉം 3ഉം നാലേ വേണ്ട ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഇത്രയും ചെയ്ത് നോക്കാം അതിനുശേഷം അല്ല വേണ്ട ഇങ്ങോട്ട് ചെയ്യാം ഓക്കെ ഇത് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക അതായത് ഇവിടെ ഈ 1ന് എന്ത് കൊടുക്കുക ഡിനോമിനേറ്റർ 1 കൊടുക്കുക അപ്പൊ 4ഉം 3ഉം 1ഉം LCM എത്ര 12 അപ്പൊ എല്ലാ ടേമിനെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ 12 into എത്ര 5/4 പ്ലസ് 12 into എത്ര 16/3 മൈനസ് 12 into 1 ഹോൾ ഡിവൈഡ് ബൈ 12 കൊടുക്കുക സോ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും 3 5 എത്ര 15 പ്ലസ് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എത്ര 4 into എത്ര വരും 16 ദാറ്റ് ഈസ് എത്ര വരും 64 വരും 64 മൈനസ് 12 into 1 12 ഡിവൈഡ് ബൈ 12 ഇത് ഇങ്ങനെയല്ല കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം അത് പറഞ്ഞുതരാം അപ്പൊ എത്ര വരും 15 പ്ലസ് 64 മൈനസ് 12/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 67/12 എന്ന് വരും അപ്പം ഈ ഒരു പാർട്ട് എഴുതുക ഈ പാർട്ട് എഴുതുക ഇത് എഴുതുക ഓക്കെ ഇത് എഴുതിയെടുക്കുക ആവശ്യമുള്ളവര് അതാണ് ഇത് ലൈവ് സെക്ഷൻ വരുമ്പോൾ ആ സെക്ഷൻ വരുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചോദിക്കാം അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുത്തു പോകുന്നത് അതുമല്ല സിമ്പിൾ കാൽക്കുലേഷൻസ് 5th 6th 7th ഒക്കെ പഠിക്കുന്ന കാൽക്കുലേഷൻസ് ആയതുകൊണ്ട് സ്പീഡിൽ തന്നെ എടുത്തു പോകുന്നത് അപ്പൊ ഇനി വേറൊരു കേസും കൂടി പറഞ്ഞുതരാം സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി ഇത് പറഞ്ഞോളൂ ഇങ്ങോട്ട് ഓക്കെ 5/4 പ്ലസ് 16/3 മൈനസ് 1 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യുന്നത് വെച്ചാല് ശ്രദ്ധിക്കുക ഈ 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും സോ ഇങ്ങോട്ട് ഓക്കെ 3 കൊണ്ട് ഇവിടെ എത്ര 1 3 കൊണ്ട് ഇവിടെ 1 അതിനെ മൈൻഡ് ചെയ്യണ്ട വിട്ടേരെ 3 ഓക്കെ പോട്ടെ 5/4 പ്ലസ് 16/3 മൈനസ് 1 ഓക്കെ സോ ഇവിടെ ഓൾറെഡി 4 ഉണ്ട് അപ്പൊ അത് വിട്ടേരെ 3 into 1 എത്ര 3 അത് ഇവിടെ മൾട്ടിപ്ലൈ ആണ് സോ 3 into 1 3 3 into 5 എത്ര 15 എന്ന് വരും പ്ലസ് ഇവിടെ ഓൾറെഡി എന്തുണ്ട് 4 ഉണ്ട് അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 4 into 1 4 ആണ് 4 into 16 എത്ര 64 മൈനസ് ഇവിടെ 1 ഉണ്ട് അപ്പൊ 4 into 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ആണ് 4 into 3 എത്ര 12 ഹോൾ ഡിവൈഡ് ബൈ 4 into 3 into 1 എത്ര 12 എങ്ങനെയാണ് സംഭവം വരുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പം ഇവിടെ 4 ഉള്ളതുകൊണ്ട് 3 into 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ 3 ഉണ്ടായത് ഇവിടെ 4 into 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ 1 ഉള്ളതുകൊണ്ട് ഇവിടെ 4 into 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ആൻസർ നമുക്ക് കിട്ടും ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ 4 into 3 into 1 അപ്പൊ എങ്ങനെയായിരിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഐഡിയ അനുസരിച്ച് ചെയ്തോളൂ 67/12 ആണ് അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി നമ്മുടെ ഇന്നത്തെ സെക്ഷനകത്ത് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ പഠിച്ചത് എക്സസൈസ് 8.1 ലാസ്റ്റ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു പിന്നെ അതിനനുസരിച്ച് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് എന്താണ് സം സ്പെസിഫിക് ആംഗിൾസ് പഠിച്ചു ആ ഒരു ടേബിൾ പഠിച്ചു അത് ബൈഹാർട്ട് ചെയ്യുക അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തു അപ്പൊ അത് വ്യക്തമായിട്ട് ചെയ്ത് നോക്കുക അടുത്ത ദിവസം വേണമെങ്കിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നോക്കാം ഓക്കെ താങ്ക് യു ഇത്രേ ഉള്ളൂ